നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം എടുത്തിട്ടാണ് വീട് വെക്കണേ. പ്ലാസ്റ്ററിംഗ് ചിലപ്പോൾ കറക്റ്റ് പിടിക്കില്ല, ഈ പ്ലാസ്റ്ററിംഗിൽ ക്രാക്ക് വരും. നമസ്കാരം, ഫ്ലോർ കളക്ഷൻസിന്റെ വാട്ടർ പ്രൂഫ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ബേസ്മെന്റ് പറഞ്ഞു, പിന്നെ നമ്മൾ ലിൻഡൽ വാർപ്പ് സൺഷെയ്ഡിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ആണ്. നമ്മൾ വീടിന്റെ ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടുള്ള മെയിൻ സ്ലാബ്, ഉദാഹരണം എക്സ്പോസ്ഡ് ആയിട്ടുള്ള മെയിൻ സ്ലാബ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ വീട് ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന്റെ മെയിൻ സ്ലാബിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ സ്ലാബിൽ ടെറസ് ഉണ്ടെങ്കിൽ, ഓപ്പൺ ടെറസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം. എഗെയിൻ ഞാൻ പറയുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽഡിങ്ങിന്റെ ആയുസിന്റെ ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം എടുത്തിട്ടാണ് വീട് വെക്കണേ. അപ്പൊ അവിടെ എന്തായാലും നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യണം. അങ്ങനെ ഓപ്പൺ ടെറസ് വരുന്ന ഏരിയയിൽ ചെയ്യണം. നമ്മൾ മെയിൻ സ്ലാബിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ അത് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ ചില സമയത്ത് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്ലാസ്റ്ററിംഗ് ചിലപ്പോൾ കറക്റ്റ് പിടിക്കില്ല, ഈ പ്ലാസ്റ്ററിംഗിൽ ക്രാക്ക് വരും. അപ്പൊ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന സമയത്ത് ക്രാക്ക് ബ്രിഡ്ജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഹൈ ഗ്രേഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് തന്നെ ചെയ്യണം. എന്നാലാണ് അത് പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പം നമ്മൾ തേർഡ് സ്റ്റേജിൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം. ആദ്യം ബേസ്മെൻറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ ലിൻഡൽ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് പറഞ്ഞു. ഇതാണ് നമ്മൾ 3 സ്റ്റേജസ്, വീട് പണിയുടെ 3 സ്റ്റേജസിൽ വാട്ടർ പ്രൂഫിങ്ങിന് വരുന്നത്. ഒരു സ്റ്റേജും കൂടി ഉണ്ട്. അതിനായി അടുത്ത വീഡിയോ വരെ ഒന്ന് സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കുക, നമ്മളെ ഫോളോ ചെയ്യുക. വീട് വയ്ക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീട് വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് മനഃപ്പാഠമാക്കി വെക്കുക. ആ സ്റ്റേജ് എത്തുമ്പോൾ കറക്റ്റായി ഓർത്ത് നമ്മുടെ ആർക്കിടെക്റ്റിനോടോ എഞ്ചിനീയറോടോ ഇത് സജസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.